ഹായ് ഓൾ, വെൽക്കം ടു ICA ക്ലാസ്സസ്. ഇന്നും നമ്മൾ ഓവർസിയർ എക്സാമുകൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഏതാനും ക്വസ്റ്റ്യൻസും കൊണ്ടാണ് വന്നിരിക്കുന്നത്. സോ ഇന്നും ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാട്ടർ ആഡിംഗ് പ്രോസസ് ടു കൺവേർട്ട് ലൈം ടു ഹൈഡ്രേറ്റഡ് ലൈം ഈസ് കോൾഡ്. ലൈമിനകത്ത് നമ്മൾ രണ്ട് പ്രോപ്പർട്ടീസുകളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? ഫസ്റ്റ് വൺ കാൽസിനേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് സ്ലേക്കിംഗ്. എന്തായിരുന്നു കാൽസിനേഷൻ? കാൽസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈമിനെ അല്ലെങ്കിൽ ഏതൊരു ബൈൻഡിങ് മെറ്റീരിയലിനെയും എയറിൻ്റെ പ്രസൻസിൽ നല്ല പോലെ ഹീറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് കാൽസിനേഷൻ. എന്നാൽ സ്ലേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽസിനേഷൻ ചെയ്ത് കിട്ടിയ പ്രൊഡക്റ്റിനെ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്ലേക്കിംഗ്. സോ വാട്ടർ ആഡ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സ്ലേക്കിംഗ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ, പോളിവിനൈൽ ക്ലോറൈഡ് ഈസ് എ. ചോദിച്ചിരിക്കുന്നത് PVC എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് ടൈപ്പ് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് എന്നതാണ്. ഓക്കെ, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് മെറ്റീരിയലും തെർമോ പ്ലാസ്റ്റിക് മെറ്റീരിയലും ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെർമോ പ്ലാസ്റ്റിക് ആണെങ്കിൽ സംഭവിക്കുന്നത്, നമ്മൾ പ്ലാസ്റ്റിക്കിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക് സോഫ്റ്റ് ആവുന്നു, അതിനുശേഷം നമ്മൾ കൂൾ ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക് ഹാർഡ് ആവുന്നു. ഓക്കെ, അതാണ് തെർമോ പ്ലാസ്റ്റിക് മെറ്റീരിയൽ. ഇനി എന്താണ് തെർമോസെറ്റിംഗ്? ഈ പറഞ്ഞതിൻ്റെ നേരെ റിവേഴ്സ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ചൂടാക്കുന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക് ഹാർഡായിട്ട് മാറുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് തെർമോസെറ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തെർമോസെറ്റിക് പ്ലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എക്സാമ്പിളുകളാണ് ഓർത്തിരിക്കേണ്ടത്. തെർമോ പ്ലാസ്റ്റിക് മെറ്റീരിയലിന് എക്സാമ്പിളാണ് PVC, നമ്മളുടെ ക്വസ്റ്റ്യൻ, പോളിവിനൈൽ ക്ലോറൈഡ്, അതുപോലെ തന്നെ പോളിസ്റ്റൈറീൻ, പോളിപ്രോപ്പിലീൻ, പോളിഎത്തിലീൻ. ഓക്കെ, ഇത്രയും തെർമോപ്ലാസ്റ്റിക് മെറ്റീരിയലിന് എക്സാമ്പിളാണ്. ഇനി എന്താണ് തെർമോപ്ലാസ്റ്റിക് അല്ലെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് മെറ്റീരിയലിന് എക്സാമ്പിൾ ബേക്കലൈറ്റ്. എക്സാമ്പിളുകൾ ഓർത്തിരിക്കുക: ബേക്കലൈറ്റ്, വോൾക്കനൈസ്ഡ് റബ്ബർ. ഓക്കെ, സോ PVC എന്ന് പറയുന്നത്, നമ്മളുടെ പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു തെർമോപ്ലാസ്റ്റിക് മെറ്റീരിയലിന് എക്സാമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാക്സിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ എ ഫ്ലൈറ്റ് ഓഫ് എ സ്റ്റെയർ ഷുഡ് ബി. ഒരു സ്റ്റെയറിൻ്റെ ഫ്ലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സീരീസ് ഓഫ് സ്റ്റെപ്പുകളെയാണ്. ഓക്കെ, ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്പാണ്. ഓക്കെ, ആ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിനകത്ത് മാക്സിമം നമ്പർ ഓഫ് സ്റ്റെയർ എന്ന് പറയുന്നത്, ഓക്കെ, മാക്സിമം നമ്പർ ഓഫ് സ്റ്റെയർ എന്ന് പറയുന്നത്, സ്റ്റെയർ അല്ല, സ്റ്റെപ്സ് എന്ന് പറയുന്നത് 12 ഇൻ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനി മാക്സിമം പഠിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്പും കൂടെ ഓർത്തിരിക്കുക. സോ മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്പ് ഇൻ എ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? 3 ആയിരിക്കും. സോ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഒരു സീരീസ് ഓഫ് സ്റ്റെപ്പിനെ ഫ്ലൈറ്റ് എന്ന് പറയുന്നു. ഫ്ലൈറ്റിനകത്ത് മാക്സിമം നമ്പർ ഓഫ് സ്റ്റെപ്പ് 12ഉം മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. സോ ഓപ്ഷൻ എ ആണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസർ. അടുത്തത്, ഫോർ ഡിറ്റർമൈനിങ് ദ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ബൈ വിക്കാറ്റ് അപ്പാരറ്റസ് ദ വെയ്റ്റ് ഓഫ് സിമെൻറ്റ് ടു ബി ടേക്കൺ ഈസ്. നമ്മൾ കഴിഞ്ഞ ഡിസ്കഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിക്കാറ്റ് അപ്പാരറ്റസ് ഉപയോഗിക്കുന്നത് സിമെൻറ്റിൻ്റെ കൺസിസ്റ്റൻസി ടെസ്റ്റ്, അതുപോലെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ടെസ്റ്റ്, ഫൈനൽ സെറ്റിംഗ് ടൈം ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഡിഫറൻസ് എന്തായിരുന്നു എന്നുള്ളതും നമുക്കറിയാം. കൺസിസ്റ്റൻസി ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിക്കാറ്റ് അപ്പാരറ്റസ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഒരു സിലിണ്ടറിക്കൽ പ്ലഞ്ചറാണ് യൂസ് ചെയ്തത് വിത്ത് 10 mm ഡയമീറ്റർ. എന്നാൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിൻ്റെ കേസിലേക്ക് വരുമ്പോഴോ അവിടെ 1 mm സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ നീഡിലായിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 5 mm ആനുലാർ കോളറായിരുന്നു ഫൈനൽ സെറ്റിംഗ് ടൈമിൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ഇനി ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ടെസ്റ്റ് എങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും,
ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിൻ്റെ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നമ്മൾ 300 ഗ്രാം സിമെൻ്റ് എടുക്കുന്നു. ഓക്കെ, 300 ഗ്രാം സിമെൻ്റ് എടുക്കുന്നു. അതിനുശേഷം ഈ സിമെൻറ്റിനെ നമുക്ക് സിമെൻറ്റ് പേസ്റ്റ് ആക്കണം. ആ സിമെൻറ്റ് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 0.85 ടൈംസ് ദ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ് കറസ്പോണ്ട് ടു ദ കൺസിസ്റ്റൻസി. സോ 0.85 പി ആക്കിയിട്ട് നമ്മൾ സിമെൻറ്റ് പേസ്റ്റ് ആക്കുന്നു. അതിനുശേഷം നമ്മൾ മൗൾഡിൽ ഫില്ല് ചെയ്യുന്നു. മൗൾഡിൽ ഫില്ല് ചെയ്തതിന് ശേഷം ഈ പ്ലഞ്ചർ നമ്മളുടെ ഈ സ്ക്വയർ നീഡിൽ നമ്മൾ ക്യുക്കായിട്ട് റിലീസ് ചെയ്യുന്നു. അങ്ങനെ ക്യുക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് ഫ്രം ദ ടോപ്പ് 33 to 35 mm പെനിട്രേഷൻ പോസിബിൾ ആവണം. ഓക്കെ, ഈ മെഷർമെൻറ്റ് ടോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ, ഓക്കെ, ഫ്രം ദ ടോപ്പ് ആ മൗൾഡിൻ്റെ ടോപ്പിൽ നിന്ന് താഴേക്ക് 33 to 35 mm ആ സ്ക്വയർ നീഡിൽ പെനിട്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുക. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഇത് ടോപ്പിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അങ്ങനെ ബോട്ടത്തിൽ നിന്ന് നമ്മൾ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 5 to 7 mm ഫ്രം ദ ബോട്ടം ഓഫ് ദ മൗൾഡ്. ഓക്കെ, ഫ്രം ദ ബോട്ടം ഓഫ് ദ മൗൾഡ്. ഇതാണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഏതാണ് ആൻസർ വരിക? 300 ഗ്രാം ആണ് നമ്മുടെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, വയർ കട്ട് ബ്രിക്സ് ആർ മെയ്ഡ് ഇൻ. ബ്രിക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ വയർ കട്ട് ബ്രിക്കും അതുപോലെ പ്രസ്ഡ് ബ്രിക്കിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വയർ കട്ട് ബ്രിക്സ് ആൻഡ് പ്രസ്ഡ് ബ്രിക്ക്. ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് മൗൾഡിംഗ് എന്ന് പറയുന്നത്. മൗൾഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലി 2 മെത്തേഡ്സ് ആർ അഡോപ്റ്റഡ്. ഏതൊക്കെയാണ് ആ 2 മെത്തേഡ്സ്? ഒന്ന് ഹാൻഡ് മൗൾഡിങ്, അല്ലേ, നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് മൗൾഡ് ചെയ്തെടുക്കുന്നു. ഇനി അതല്ലാതെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ മെഷീൻ മൗൾഡിങ് കൂടെ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, മെഷീൻ മൗൾഡിങ്. ഈ മെഷീൻ മൗൾഡിങ്ങിനെ തന്നെ നമുക്ക് അഗെയിൻ ക്ലാസിഫൈ ചെയ്യാം. പ്ലാസ്റ്റിക് ക്ലേ മെഷീൻ, അതുപോലെ ഡ്രൈ ക്ലേ മെഷീൻ. ഓക്കെ, ഡ്രൈ ക്ലേ മെഷീൻ. ഒന്നുമില്ല, ഈ പ്ലാസ്റ്റിക് ക്ലേ മെഷീനകത്ത് നമ്മൾ ഈ പഗ്ഡ് ക്ലേ ഇൻസേർട്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ആ ഒരു മെഷീനകത്ത് ഒരു റെക്റ്റാങ്കുലർ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു മൗൾഡ് ഉണ്ടാവും. അതിലേക്ക് നമ്മളുടെ പഗ്ഡ് ക്ലേ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. ആ ഇൻസേർട്ട് ചെയ്യുന്ന ക്ലേ ആ ഒരു ഓപ്പണിങ്ങിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ ഒരു വയേഴ്സ് വെച്ചിട്ട് നമ്മളതിനെ കട്ട് ചെയ്തെടുക്കുന്നു. ഈ വയേഴ്സ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രെയിമിനകത്താണ്. ആ വയേഴ്സ് കൊണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബ്രിക്കിനെയാണ് വയർ കട്ട് ബ്രിക്ക് എന്ന് പറയുക. ഈ വയർ കട്ട് ബ്രിക്ക് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ പ്ലാസ്റ്റിക് ക്ലേ മെഷീനകത്ത് നിന്നാണ് വയർ കട്ട് ബ്രിക്സ് കിട്ടുന്നത്. ഇനി ഡ്രൈ ക്ലേ മെഷീനകത്ത് നിന്ന് എന്തായിരിക്കും കിട്ടുക? ഡ്രൈ ക്ലേ മെഷീനിൽ ക്ലേ നമ്മൾ പൗഡേർഡ് ഫോമിലാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഹൈലി നല്ല പ്രഷറിൽ നമ്മളതിനെ പ്രസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബ്രിക്ക് നമുക്ക് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഡ്രൈ ക്ലേ മെഷീനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ബ്രിക്കിനെ പ്രസ്ഡ് ബ്രിക്ക് എന്ന് പറയുന്നു. പ്രസ്ഡ് ബ്രിക്ക്. സോ വയർ കട്ട് ബ്രിക്ക് എന്ന് പറയുന്നത് ഏതിൽ നിന്നും കിട്ടുന്നതാണ്? പ്ലാസ്റ്റിക് ക്ലേ മെഷീനകത്ത് നിന്നും കിട്ടുന്ന പ്രൊഡക്റ്റാണ്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ടിമ്പർ ഡിഫക്റ്റ് നെയ്മഡ് ബ്ലൂ സ്റ്റെയിൻ? ടിമ്പറിനകത്ത് ഒരുപാട് ഡിഫക്റ്റുകൾ നമ്മൾ പഠിച്ചു, അല്ലേ? ഏതൊക്കെ കൊണ്ട്? ഡിഫക്റ്റ് ഡ്യൂ ടു കൺവേർഷൻ, ഡിഫക്റ്റ് ഡ്യൂ ടു ഫംഗി ആക്ഷൻ, ഡിഫക്റ്റ് ഡ്യൂ ടു ഇൻസെക്ട്സ്, അതുപോലെ ഡിഫക്റ്റ് ഡ്യൂ ടു സീസണിങ്. ഇതിൽ ഓരോന്നിലും ഒരുപാട് ഡിഫക്റ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബ്ലൂ സ്റ്റെയിൻ എന്ന് പറയുന്ന ഈ ഒരു ഡിഫക്റ്റ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതുമായിട്ട് അല്ലെ ഏത് ഡിഫക്റ്റ് കൊണ്ട് കാരണമാവുന്നതാണ്, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്ലൂ സ്റ്റെയിൻ എന്ന് പറയുന്നത് ഫംഗി ആക്ഷൻ കാരണം ടിമ്പറിലുണ്ടാകുന്ന ഡിഫക്റ്റാണ്. ബ്ലൂ സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു ട്രീനകത്ത് അല്ലെങ്കിൽ ഒരു ടിമ്പറിനകത്തുള്ള സാപ്പിൻ്റെ കളറ് ഒരു ബ്ലൂയിഷ് കളറിലേക്ക് മാറ്റപ്പെടുന്നു. ആ ഒരു ഡിഫക്റ്റാണ് ബ്ലൂ സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഫംഗി ആക്ഷൻ കാരണം കൊണ്ട് തന്നെ ഒരുപാട് ഡിഫക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? സാപ്പ് സ്റ്റെയിൻ, പറഞ്ഞ ബ്ലൂ സ്റ്റെയിൻ, അതുപോലെ വെറ്റ് റോട്ട്, ബ്രൗൺ റോട്ട്, വൈറ്റ് റോട്ട്, ഹാർട്ട് റോട്ട്. ഇതുപോലെ കുറേ എഫക്റ്റുകൾ നമ്മളുടെ ഫംഗി ആക്ഷൻ കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. സോ ബ്ലൂ സ്റ്റെയിൻ ഏതിൻ്റെ ഡിഫക്റ്റ് കൊണ്ടാണ്? ഫംഗി കൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അപ്പിയറൻസ് ഓഫ് എ മിനറൽ ഇൻ ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഇസ് നോൺ ആസ്. ഒരു റിഫ്ലക്റ്റഡ് ലൈറ്റിൻ്റെ പ്രസൻസ് വരുമ്പോൾ ഒരു മിനറലിന് സംഭവിക്കാം, നമുക്കറിയാമല്ലേ, ഭയങ്കരമായിട്ട് വെട്ടിത്തിളങ്ങി നമുക്കത് കാണാൻ പറ്റും. ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ലെസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദ അപ്പിയറൻസ് ഓഫ് എ മിനറൽ ഇൻ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് നോൺ ആസ് ലെസ്റ്റർ. ഇനി എന്താണ് സ്ട്രീക്ക്? നമ്മളൊരു മിനറൽ എടുത്തു,
എന്നിട്ട് ഒരു അൺവെതേർഡ് സർഫസിൽ നമ്മൾ അതിനെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ആ മിനറൽ പൗഡേർഡ് ഫോമിൽ ഈ ഒരു സർഫസിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം അല്ലേ. സോ ദ കളർ പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് പൗഡർ, ഈ ഒരു മിനറലിൻ്റെ പൗഡർ കാരണം അല്ലെങ്കിൽ ഈ മിനറലിൻ്റെ പൗഡറിൻ്റെ കളർ നമുക്ക് ആ സർഫസിൽ വിസിബിൾ ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്ട്രീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ടെക്സ്ചർ? ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മിനറലിൻ്റെ അകത്തുള്ള ഗ്രെയിൻസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോഴ്സ്നെസ് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ടെക്സ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ക്രിസ്റ്റൽസിൻ്റെ ഷേപ്പിനെ സൂചിപ്പിക്കുന്നു. Okay, so the appearance of mineral in a reflected light is known as luster. അടുത്തത് thinner in plastic emulsion paint is ഓയിൽ പെയിൻറ്റിനകത്തുള്ള കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ബേസ്, വെഹിക്കിൾ, ഡ്രയർ, സോൾവെൻറ്റ്, ഇതുപോലെ ഇൻഗ്രീഡിയൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇമൾഷൻ പെയിൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തിന്നർ ഏതാണെന്നാണ്. എന്താണ് തിന്നറിൻ്റെ ഫംഗ്ഷൻ? ഒരു പെയിൻറ്റിൻ്റെ തിക്നെസ് റെഡ്യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് അതിനെ വളരെ തിന്നാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ആ പെയിൻറ്റിനകത്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ പെയിൻറ്റിനകത്തുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് തിന്നർ എന്ന് പറയുന്നത്. തിന്നറിനെ പറയുന്ന മറ്റൊരു പേരാണ് സോൾവെൻറ്റ് അല്ലേ, സോൾവെൻറ്റ്. പക്ഷേ ഒരു ഇനാമൽ പെയിൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിന്നറിൻ്റെ, ഒരു എക്സ്റ്റേണൽ തിന്നറിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അവിടെ തിന്നറായിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടർ തന്നെയാണ്. സോ ഇമൾഷൻ പെയിൻറ്റ് എന്ന് പറയുന്നത് ഒരു വാട്ടർ ബേസ്ഡ് പെയിൻ്റ് ആണ്, ഒരു വാട്ടർ ബേസ്ഡ് പെയിൻ്റ് ആണ് കേട്ടോ. അതുകൂടാതെ ഇതിന് ഗുഡ് ആൽക്കലി റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഗുഡ് ആൽക്കലി റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടീസ്. ഈ ഒരു പെയിൻറ്റിന് ഈ ഗുഡ് ആൽക്കലി റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടി അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് അതിനകത്തുള്ള വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ എന്ന് പറയുന്നത് പോളിവിനൈൽ അസറ്റേറ്റ് അല്ലെങ്കിൽ ഓർ സിന്തറ്റിക് റെസിൻ തുടങ്ങിയവ ആകുമ്പോഴാണ്. ഓക്കെ, സോ ഈ ഒരു ആൽക്കലി റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടി ഇമൾഷൻ പെയിൻറ്റിൽ കിട്ടുന്നത് നമ്മളവിടെ എന്തായിട്ട് യൂസ് ചെയ്യുന്നു? വെഹിക്കിളായിട്ട് യൂസ് ചെയ്യുന്നത് പോളിവിനൈൽ അസറ്റേറ്റും സിന്തറ്റിക് റെസിൻ കൂടെയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അവിടെ എക്സ്റ്റേണൽ ആയിട്ടൊരു തിന്നർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, വാട്ടർ തന്നെയായിരിക്കും അവർ കേസിൽ തിന്നറായിട്ട് ഉപയോഗിക്കുന്നത്. സോ പിന്നെ ഒരു കാര്യം, ഈ ഇമൾഷൻ പെയിൻറ്റ് നമുക്ക് ഇൻറ്റീരിയർ സർഫസിലും എക്സ്റ്റീരിയർ സർഫസിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സോ ഏതാണ് ഇമൾഷൻ പെയിൻറ്റിൽ തിന്നറായിട്ട് യൂസ് ചെയ്യുന്നത്? വാട്ടർ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ കാൽസിനിങ് അല്ലേ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്ന ടേം നമുക്ക് ഒരുപാട് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആപ്ലിക്കേഷൻ വരുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ജിപ്സത്തിനെ കാൽസിനേഷൻ ചെയ്യുമ്പോൾ, കാൽസിനേഷൻ ഞാൻ പറഞ്ഞു ഹീറ്റിംഗ് ടു റെഡ്നെസ് ഇൻ കോണ്ടാക്ട് വിത്ത് എയർ അല്ലേ. നന്നായിട്ട് ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ജിപ്സത്തിനകത്തുള്ള വാട്ടർ എല്ലാം ലോസ് ആവുന്നു. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഈ പ്രൊഡക്റ്റാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓക്കെ, ഫോർമുല ശ്രദ്ധിക്കുക. ജിപ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CaSO4 2H2O. ദാറ്റ് മീൻസ് കാൽസ്യം സൾഫേറ്റ് ഡൈഹൈഡ്രോക്സൈഡ്. ഇവിടെയോ CaSO4 ½ കാൽസ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്. ഇവിടെ എന്താ ചെയ്യുന്നത്? വാട്ടർ കണ്ടന്റ് റെഡ്യൂസ് ആവുന്നു. ഓക്കെ, സോ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത് ജിപ്സത്തിനെ കാൽസിനേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ്. സോ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇസ് ഒബ്റ്റൈൻഡ് ബൈ കാൽസിനിങ് ജിപ്സം. അടുത്തത്, ദ പൈൽ പ്രൊവൈഡഡ് വിത്ത് വൺ ഓർ മോർ ബൾബ് ഇൻ ഇറ്റ്സ് വെർട്ടിക്കൽ ഷാഫ്റ്റ് ഈസ് ജനറലി നോൺ ആസ്. ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് 2 ടൈപ്സ് ഓഫ് ഫൗണ്ടേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഷാലോ ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷൻ. അതിൽ തന്നെ ഡീപ്പ് ഫൗണ്ടേഷനകത്ത് പൈൽ ഫൗണ്ടേഷനും കൂടുതലായിട്ട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പൈൽ ഫൗണ്ടേഷൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഒരു സൂപ്പർ സ്ട്രക്ചറിൻ്റെ വെയിറ്റ് താഴേക്ക് അണ്ടർ സ്ട്രാറ്റയിലേക്ക് അല്ലെങ്കിൽ ഒരു ഹാർഡ് സ്ട്രാറ്റയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഈ പൈൽ ഫൗണ്ടേഷൻ തന്നെ പലതരത്തിലുണ്ട് അല്ലേ. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഏതൊക്കെ തരത്തിൽ കൊടുക്കാം? അണ്ടർ റീംഡ് പൈലുണ്ട്, ഫ്രിക്ഷൻ പൈലുണ്ട്, ബിയറിംഗ് പൈലുണ്ട്, ഷീറ്റ് പൈലുണ്ട്. നമ്മുടെ പൈൽ സാധാരണ ഒരു വെർട്ടിക്കൽ പൈല്, ആ വെർട്ടിക്കൽ പൈലിൽ പ്യുവർലി വെർട്ടിക്കൽ അല്ലാതെ ഇടയ്ക്ക് ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് പൈൽ ഇസ് കോൾഡ് അണ്ടർ റീംഡ് പൈൽ. ഓക്കെ, അണ്ടർ റീംഡ് പൈൽ. ഇതാണ് നമ്മളുടെ പൈൽ സ്റ്റം. ആ പൈൽ സ്റ്റം
ഇടയ്ക്കൊന്ന് എൻലാർജ് ചെയ്യുന്നു. സോ അവിടെ ഒരു ബൾബ് പോലെ നമുക്ക് കാണാൻ പറ്റുന്നു. അതിനെയാണ് അണ്ടർ റീംഡ് പൈൽ എന്ന് പറയുക. സപ്പോസ് ഈ ഒരു പൈൽ സ്റ്റെമ്മിൻ്റെ ഡയമീറ്റർ d എന്നാണെങ്കിൽ നമ്മുടെ ബൾബിൻ്റെ ഡയമീറ്റർ ബൾബിൻ്റെ ഡയമീറ്റർ അറൗണ്ട് 2.5 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ പൈൽ സ്റ്റെം. അപ്പോൾ ഇതാണ് പൈൽ സ്റ്റെം ബൾബിൻ്റെ ഡയമീറ്റർ du എന്ന് പറയുന്നത്. ഇനി രണ്ട് ബൾബുകൾ തമ്മിലുള്ള ഈ ഒരു സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.25 to 1.5 ടൈംസ് ദ ടൈപ്പ് du എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾബിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. സോ ഇതാണ് അണ്ടർ റീംഡ് പൈൽ. വെർട്ടിക്കൽ ഷാഫ്റ്റിൽ കുറേ 1 or more ബൾബ്സ് കാണുന്ന സ്ട്രക്ചറിനെയാണ് അണ്ടർ റീംഡ് പൈൽ എന്ന് പറയുക. ഈ അണ്ടർ റീംഡ് പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോർഡ് കാസ്റ്റ് പൈലാണ്. എന്താണ് ബോർഡ് കാസ്റ്റ് പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിനകത്ത് ഹോൾ ഡിഗ് ചെയ്തിട്ടുണ്ടാക്കുന്ന പൈലിനെയാണ് ബോർഡ് കാസ്റ്റ് പൈൽ എന്ന് പറയുന്നത്. യൂഷ്വലി ബ്ലാക്ക് കോട്ടൺ സോയിലിൻ്റെ ഫൗണ്ടേഷന് വേണ്ടിയിട്ടാണ് അണ്ടർ റീംഡ് പൈൽ യൂസ് ചെയ്തത്. സോ ആൻസർ ഇസ് അണ്ടർ റീംഡ് പൈൽ, ഓപ്ഷൻ എ. അടുത്തത്, ദ ടൈപ്പ് ഓഫ് പോയിന്റിംഗ് ഇൻ വിച്ച് എ വി ഷേപ്ഡ് പ്രൊജക്ഷൻ ഔട്ട്സൈഡ് ദ വാൾ സർഫസ് ഇസ് പ്രൊവൈഡഡ് ഇസ് കോൾഡ്. പോയിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോർട്ടാർ ജോയിൻറ്റിൻ്റെ റീപെയർ വർക്കിനെ അല്ലെങ്കിൽ റീപെയറിംഗ് ഓഫ് മോർട്ടാർ ജോയിൻറ്റ് അതിനെയാണ് നമ്മൾ പോയിന്റിംഗ് എന്ന് പറയുന്നത്. പോയിന്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് പോയിന്റിംഗ് നമുക്ക് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് പോയിന്റിംഗ് നമ്മൾ നോക്കുക. അതെ, തന്നിരിക്കുന്ന ഓപ്ഷൻസ് തന്നെ നമുക്ക് നോക്കാം. റെസിസ്റ്റ് പോയിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റ് പോയിന്റ് നമുക്കൊരു ഫിഗർ വരച്ച് നോക്കാം. റെസിസ്റ്റ് പോയിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയിന്റിംഗ് നമ്മൾ പറഞ്ഞു റീപെയറിംഗ് വർക്കാണ് അല്ലേ. നമുക്ക് ഓൾഡ് മോർട്ടാർ ഇവിടെ ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? ഈ കംപ്ലീറ്റ്ലി നമുക്ക് ഓൾഡ് മോർട്ടാർ ഉണ്ടാവും. നമ്മളതിനെ ഈ ഓൾഡ് മോർട്ടാറിനെ ഒരു 20 mm ഡിസ്റ്റൻസിൽ റേക്ക് ഔട്ട് ചെയ്യുന്നു. 20 mm ഡിസ്റ്റൻസിൽ റേക്ക് ഔട്ട് ചെയ്ത് മാറ്റുന്നു. സോ ഈ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസിലേക്ക് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മോർട്ടാർ അപ്ലൈ ചെയ്യുകയാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുക? പോയിന്റിംഗ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ചെയ്യുന്നതിനെയാണ് പോയിന്റിംഗ് എന്ന് പറയുന്നത്. റെസിസ്റ്റ് പോയിന്റിങ്ങിൻ്റെ കേസിൽ നമ്മൾ പുതിയ മോർട്ടാർ, ഫ്രഷ് മോർട്ടാർ അതിൻ്റെ വോൾ ഫേസിൽ നിന്ന് ഈക്വലായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് തള്ളി മാറിക്കൊണ്ട് ചെയ്യുന്നതിനെയാണ് റെസിസ്റ്റ് പോയിന്റിംഗ് എന്ന് പറയുക. റെസിസ്റ്റ് പോയിന്റിംഗ്. ഈ രണ്ട് സൈഡിൽ നിന്നും, ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിൽ കുറച്ച് പിന്നിലോട്ട് തള്ളിപ്പിടിച്ച് ചെയ്യുന്നതിനെയാണ് റെസിസ്റ്റ് പോയിന്റിംഗ് എന്ന് പറയുക. ഇനി എന്താണ് വെതർ പോയിന്റിംഗ്? വെതർ പോയിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾഡ് മോർട്ടാർ ഇവിടെ ഉണ്ട്. നമ്മൾ ഫ്രഷ് മോർട്ടാർ ഒരു വി ഷേപ്പ്ഡ് ഗ്രൂവ് നമുക്ക് ഔട്ട് സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ വെതർ പോയിന്റിംഗ് എന്ന് പറയുക. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ വരിക? ദ ടൈപ്പ് ഓഫ് പോയിന്റിംഗ് ഇൻ വിച്ച് വി ഷേപ്പ്ഡ് പ്രൊജക്ഷൻ ഔട്ട് സൈഡ്. ഇതാണ് നോട്ട് ചെയ്യേണ്ടത്. ഔട്ട് സൈഡിലേക്കുള്ള വി ഷേപ്പ്ഡ് പ്രൊജക്ഷനെയാണ് വെതർ പോയിന്റിംഗ് എന്ന് പറയുക. ഇനി ഇതേപോലെ ഈ വേ ഷേപ്പ്ഡ് ഗ്രൂവ് ഇൻസൈഡിലേക്കായിരുന്നു കാണുന്നതെങ്കിൽ അതിനെയാണ് വി പോയിന്റിംഗ് എന്ന് പറയുന്നത്. ഈ ടക്ക് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൾഡ് മോർട്ടാർ ഫ്രഷ് മോർട്ടാർ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫ്രഷ് മോർട്ടാറിൻ്റെ കൂടെ ഒരു ബാർ പോലെ ഒരു വൈറ്റ് പുട്ടിയുടെ ഒരു ബാറും കൂടെ ഇൻസേർട്ട് ചെയ്യുന്നു. ആ ഒരു ടൈപ്പ് ഓഫ് പോയിന്റിങ്ങിനെയാണ് ടക്ക് പോയിന്റിംഗ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ് suitable for use in churches, theatres and public libraries and other places where noiseless floor covering is desired. നമുക്കറിയാം ഫ്ലോർ എന്ന് പറയുന്നത് അല്ലേ, നമുക്ക് ഈ മെറ്റീരിയൽസിനെയും മാൻസ് എല്ലാം സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ലെവൽ സർഫസ് ആണ് ഈ ഫ്ലോർ എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചറൽ മെമ്പറിനെ നമുക്ക് ഫ്ലോർ എന്നും അതുപോലെ ഈ ഫ്ലോർ കവറിംഗ് മെറ്റീരിയൽസിനെ നമുക്ക് ഫ്ലോറിംഗ് എന്നും പറയാം. ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്ലോർ കവറിംഗ് മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ പലതരം സബ്സ്റ്റൻസ് ഉപയോഗിക്കാറുണ്ട്. ഫസ്റ്റ് വൺ ആസ്ഫാൾട്ട് ഉപയോഗിക്കാറുണ്ട്. ആസ്ഫാൾട്ട് എന്ന് പറയുന്നത് ഒരു ബിറ്റുമിനസ് മെറ്റീരിയലാണ്. നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെയാണ് ഈ ആസ്ഫാൾട്ട് ഫ്ലോറിംഗ് കൂടുതലായിട്ട് ആവശ്യം വരുന്നത്. അതുപോലെ കോർക്ക് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ കോർക്ക്? കോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഔട്ടർ ബാർക്ക് എന്നറിയാം അല്ലേ. നമുക്ക് ഒരു ടിമ്പറിൻ്റെ ഏറ്റവും ഔട്ടർ സൈഡിൽ കാണപ്പെടുന്നതാണ് ബാർക്ക് എന്ന് പറയുന്ന പോർഷൻ. ഔട്ടർ ബാർക്ക് ഓഫ്
ഓക്ക് ട്രീ, അതാണ് കോർക്ക് എന്ന് പറയുന്നത്. സോ ഈ കോർക്ക് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലോറിങ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് എവിടെയാണ് നമുക്ക് വളരെ സൈലൻ്റ് ആയിട്ടിരിക്കേണ്ട ആവശ്യം വരുന്നത് ആ കേസിലായിരിക്കും നമ്മൾ ഫ്ലോറിംഗ് ആയിട്ട് കോർക്ക് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. സോ ചർച്ച് ആയാലും തിയേറ്റർ ആയാലും പബ്ലിക് ലൈബ്രറീസ് ആയാലും നമുക്കൊരു നോയ്സ് അധികം പാടില്ല. ആ കേസിലാണ് നമ്മൾ കോർക്ക് ഫ്ലോറിംഗ് ഉപയോഗിക്കുന്നത്. ഇനി ഗ്ലാസ് ഫ്ലോറിങ്ങോ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫ്ലോറിംഗ് ആണ് ഗ്ലാസ് ഫ്ലോറിംഗ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല. ഈ വുഡൻ ഫ്ലോറിംഗ് ഒക്കെ ഈ കോൾഡർ ക്ലൈമറ്റിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, കോൾഡർ ക്ലൈമറ്റിലാണ് യൂസ് ചെയ്യുക. ലിനോലിയം ഫ്ലോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരിക്കലും ഒരു നോട്ട് യൂസ്ഡ് ഇൻ വെറ്റ് ഏരിയ, നമുക്ക് വെറ്റ് ഏരിയസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതും കൂടെ ഓർത്തിരിക്കുക. ഇതെന്ന് പറയുന്നത് ഈ ലിനോലിയം എന്ന് പറയുന്നത് ഒരു മിക്സ്ചറാണ്. ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ലിൻസീഡ് ഓയിൽ, ഗം പൗഡർ, ഗം, വുഡ് പൗഡർ ആൻഡ് കളറിംഗ് പിഗ്മെൻറ്റ്സ്. അടുത്തത് ദ കപ്പിൾ ക്ലോസ് റൂഫ് ഈസ് സ്യൂട്ടബിൾ ഫോർ മാക്സിമം സ്പാൻ ഓഫ്. ഈ റൂഫ് എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ റൂഫിനെ മെയിനായിട്ട് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തു. റൂഫിനെ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തു. പിച്ച്ഡ് റൂഫ്, അതുപോലെ തന്നെ കർവ്ഡ് റൂഫ്, അതുപോലെ തന്നെ ഫ്ലാറ്റ് റൂഫ്. എല്ലാം പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഈ പിച്ച്ഡ് റൂഫിനകത്ത് പിച്ച്ഡ് റൂഫ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോപ്പിംഗ് ആയിട്ടുള്ള റൂഫ്, സ്ലോപ്ഡ് റൂഫിനെയാണ് പിച്ച് റൂഫ് എന്ന് പറയുന്നത്. ഈ പിച്ച് റൂഫിനെ തന്നെ നമുക്ക് എഗെയിൻ ക്ലാസിഫൈ ചെയ്യാം സിംഗിൾ റൂഫ്, ഡബിൾ റൂഫ്, അതുപോലെ ട്രസ്ഡ് റൂഫ് എന്നൊക്കെ പറയുന്നത്. സോ ഈ പിച്ച്ഡ് റൂഫിന് അണ്ടറിലാണ് ഈ സിംഗിൾ റൂഫും ഡബിൾ റൂഫും ട്രസ്ഡ് റൂഫും വരുന്നത്. അതിൽ തന്നെ സിംഗിൾ റൂഫിന് അണ്ടറിലാണ് നമുക്ക് ഏതൊക്കെ പഠിക്കാനുള്ളത്? ലീൻ ടു റൂഫ്, കപ്പിൾ റൂഫ്, ക്ലോസ്ഡ് കപ്പിൾ റൂഫ്, അതുപോലെ തന്നെ കോളർ റൂഫൊക്കെ പഠിക്കാനുള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കപ്പിൾ ക്ലോസ് റൂഫാണ്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ലീൻ ടു റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീൻ ടു റൂഫിൻ്റെ മാക്സിമം സ്പാൻ എന്ന് വരുന്നത് 2.4 മീറ്റർ ആയിരിക്കും. ഒന്നുമില്ല, ഒരു സൈഡിലേക്ക് മാത്രം ഇങ്ങനെ റൂഫ് കൊടുക്കുന്നതിനെയാണ് ലീൻ ടു റൂഫ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതാണ് കപ്പിൾ റൂഫിൻ്റെ കേസിൽ നമ്മൾ ഒരു ടൈ റോഡ് മിഡിലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. 2 സ്ലോപ്പിംഗ് സർഫസിനെയും കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കപ്പിൾ റൂഫ് എന്ന് പറയുക. ഈ കേസിൽ സ്പാൻ വരുന്നത് 3.6 മീറ്റർ ആണ്. അത് കഴിഞ്ഞാണ് നമുക്ക് കപ്പിൾ ക്ലോസ് റൂഫ് വരുന്നത്. ഇവിടെ സ്പാൻ വരുന്നത് 4.2 മീറ്റർ ആണ്. ഈ കേസിൽ കപ്പിൾ ക്ലോസ് റൂഫ് എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മുടെ 2 സ്ലോപ്പ്ഡ് സർഫസിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ടൈ ബീം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ടൈ ബീം. ഇത് ടൈ റോഡല്ല, ഇതൊരു ടൈ ബീം ആയിരിക്കും. ഇനി അത് കഴിഞ്ഞ് ലാസ്റ്റ് വരുന്നതാണ് കോളർ റൂഫ്. ആ കേസിൽ നമ്മൾ ടൈ ബീം കൊടുക്കുന്നത് ഒരു ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ഓക്കെ, ടൈ ബീം. നേരത്തെ ടൈ റോഡായിരുന്നു കൊടുത്തിരുന്നത്, ഇവിടെ ടൈ ബീം തന്നെ ഒരു മിഡിൽ ഏരിയയിലായിട്ട് കൊടുക്കുന്നതിനെ കോളർ റൂഫ് എന്ന് പറയുന്നു. ഇവിടുത്തെ സ്പാൻ ഏകദേശം 4.8 മീറ്ററോളം വരും. ഇനി ഇതിലും കൂടുതൽ സ്പാൻ ആവശ്യമുള്ള സ്ഥലത്താണ് നമ്മൾ ട്രസ്സസ് ഉപയോഗിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് കപ്പിൾ ക്ലോസ് റൂഫിൻ്റെ സ്പാനാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരുന്നു കപ്പിൾ ക്ലോസ്? 4.2 ആണ്. പക്ഷെ ആ ഒരു കറക്റ്റ് ഓപ്ഷൻ നമുക്കിവിടെ കാണാനില്ല. എന്നാലും ഏകദേശം നമുക്ക് 4.5 മീറ്റർ പറയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. ദ മോർട്ടാർ ഇൻ വിച്ച് ബോത്ത് സിമെൻറ്റ് ആൻഡ് ലൈം ആർ യൂസ്ഡ് ആസ് ബൈൻഡിങ് മെറ്റീരിയൽസ് ഇസ് കോൾഡ്. മോർട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽ ആൻഡ് ഇനേർട്ട് മെറ്റീരിയൽ. ബൈൻഡിങ് മെറ്റീരിയലായിട്ട് നമുക്ക് സിമെൻറ്റ് യൂസ് ചെയ്യാം, ലൈം യൂസ് ചെയ്യാം, അതുപോലെ മറ്റ് പല സബ്സ്റ്റൻസും യൂസ് ചെയ്യാം. ഇനേർട്ട് മെറ്റീരിയലായിട്ട് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത് സാൻഡാണ്. ഓക്കെ, അപ്പോൾ ബൈൻഡിങ് മെറ്റീരിയലും സാൻഡും ഇനേർട്ട് മെറ്റീരിയലിൻ്റെ മിശ്രിതമാണ് ഈ മോർട്ടാർ എന്ന് പറയുന്നത്. സിമെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈൻഡിങ് മെറ്റീരിയലായിട്ട് എന്നാണെങ്കിൽ അതിനെ നമുക്ക് സിമെൻറ്റ് മോർട്ടാർ എന്ന് പറയാം. ഇനി ലൈമാണ് യൂസ് ചെയ്യുമെങ്കിൽ അതിനെ ലൈം മോർട്ടാർ എന്ന് പറയുന്നു. ഇനി സിമെൻറ്റും ലൈമും ഒരുപോലെ, ഓക്കെ, സിമെൻറ്റും ലൈമും ഒരുമിച്ച് നമ്മൾ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗേജ്ഡ് മോർട്ടാർ എന്ന് പറയുക. സോ ഗേജ്ഡ് മോർട്ടാർ എന്തെല്ലാം ഉണ്ടാവും? സിമെൻറ്റ് ഉണ്ടാവും, ലൈം ഉണ്ടാവും, അതുപോലെ തന്നെ സാൻഡ് ഉണ്ടാവും. ഗേജ്ഡ് മോർട്ടാറിനെ തന്നെ നമുക്ക് കമ്പോസിറ്റ് മോർട്ടാർ എന്നും കൂടെ പറയാം. കമ്പോസിറ്റ് മോർട്ടാർ അല്ലെങ്കിൽ സിമെൻറ്റ് ലൈം മോർട്ടാർ എന്നും പറയാൻ പറ്റും. ഈ ഫയർ റെസിസ്റ്റൻറ്റ് മോർട്ടാർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മോർട്ടാറാണ്.
1:2 പ്രൊപ്പോർഷനിൽ അലൂമിനസ് സിമെൻറ്റും പൗഡേർഡ് ഫയർ ബ്രിക്കും കൂടെ ഉള്ള ഒരു 1:2 പ്രൊപ്പോർഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫയർ റെസിസ്റ്റൻറ്റ് മോർട്ടാർ. അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മോർട്ടാറാണ്. സോ ദ മോർട്ടാർ ഇൻ വിച്ച് ബോത്ത് സിമെൻറ്റ് ആൻഡ് ലൈം ആസ് ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ഗേജ്ഡ് മോർട്ടാർ ആയിരിക്കും വരുന്നത്. അടുത്തത്, ദ ബെസീമർ പ്രോസസ് ഈസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ്. ഏതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിലായിരുന്നു നമ്മൾ ബെസീമർ പ്രോസസ്സിനെ കുറിച്ച് കേട്ടിരുന്നത്? നമുക്കറിയാം അല്ലേ, നമ്മൾ സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിനെയാണ് ബെസീമർ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റീലിനെ തന്നെ പലതരത്തിൽ നമുക്ക് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പറ്റും. ബെസീമർ പ്രോസസ്സ് ഉപയോഗിക്കാം, സിമെൻറ്റേഷൻ പ്രോസസ്സ് ഉപയോഗിക്കാം, ക്രൂസിബിൾ പ്രോസസ്സ് ഉപയോഗിക്കാം, LD ലിറ്റ്സ് ആൻഡ് ഡൊണാവിറ്റ്സ് പ്രോസസ്സ്, അതുപോലെ ഓപ്പൺ ഹെർത്ത് പ്രോസസ്സ്. ഇതെല്ലാം സ്റ്റീൽ മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്സുകളാണ്. അതിൽ ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള മെത്തേഡാണ് ഈ ബെസീമർ പ്രോസസ്സ് എന്ന് പറയുന്നത്. വളരെ ഓൾഡ് ആയിട്ടുള്ള മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര സൗണ്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കളറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. സോ ബെസീമർ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. ഇനി പിഗ് അയൺ, കാസ്റ്റ് അയൺ, റോട്ട് അയൺ, ഇതിനെല്ലാം മറ്റ് പല പ്രോസസ്സുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പല ഫർണസുകൾ ഉപയോഗിച്ചിട്ടാണ് അതെല്ലാം മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. അടുത്തത്, ദ പെർസെൻറ്റേജ് ഓഫ് റെസിഡ്യൂ ലെഫ്റ്റ് ആഫ്റ്റർ സീവിങ് ഗുഡ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഇൻ 90 മൈക്രോൺ സീവ് ഷുഡ് നോട്ട് എക്സീഡ്. സിമെൻറ്റ് പഠിച്ചപ്പോൾ നമ്മൾ ഫൈനസ് ടെസ്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സിമെൻറ്റ് എത്രത്തോളം ഫൈൻ ആവുന്നോ അത്രത്തോളം അവിടെ റിയാക്ഷൻസ് കൂടും അല്ലേ? ഒരു നല്ല സിമെൻറ്റിന് ഒരു നല്ല സിമെൻറ്റ് എന്ന് പറയുമ്പോൾ അത്രത്തോളം ഫൈനായിട്ടിരിക്കണം. അപ്പോഴാണ് റിയാക്ഷൻ്റെ സ്പീഡ് അവിടെ ഫാസ്റ്ററായിട്ട് നടക്കുന്നത്. ഈ ഫൈനസ് ടെസ്റ്റ് നമുക്ക് 2 തരത്തിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ബ്ലെയിൻസ് എയർ പെർമിബിലിറ്റി ടെസ്റ്റ്, അതുപോലെ സീവ് ടെസ്റ്റ്. സീവ് ടെസ്റ്റ് നമുക്കറിയാം, നമ്മൾ പറയുന്ന പോലെ തന്നെ സേവ് ചെയ്തെടുക്കുന്നു. അതിനാണ് സേവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ബ്ലെയിൻസ് എയർ പെർമിബിലിറ്റി ടെസ്റ്റിൻ്റെ പ്രത്യേകത, അത് പ്യുവർലി ബേസ്ഡ് ഓൺ സ്പെസിഫിക് സർഫസ് ഏരിയ ആണ്. ഓക്കെ, സേവ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് 100 ഗ്രാം സിമെൻറ്റ് എടുക്കുന്നു, ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് പൊടിച്ചെടുക്കുന്നു. അതിനുശേഷം നമ്മൾ IS സേവ് നമ്പർ 9, ഓർക്കുക IS സേവ് നമ്പർ 9, ഇതിനെയാണ് 90 മൈക്രോൺ സീവ് എന്ന് പറയുക. സോ ആ 100 ഗ്രാം സിമെൻറ്റിനെ നമ്മൾ 90 മൈക്രോൺ സീവിൽ പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം നന്നായിട്ട് ഷേക്ക് ചെയ്യുന്നു. ലിഡൊക്കെ പ്ലേസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഷേക്ക് ചെയ്യുന്നു അറൗണ്ട് 15 മിനിറ്റ്സ്. അങ്ങനെ ഷേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് എന്തായാലും ആഫ്റ്റർ ഷേക്കിംഗ് കുറച്ച് പോർഷനെങ്കിലും നമുക്ക് ആ 90 മൈക്രോൺ സീവിൽ റിട്ടേൺ ചെയ്തിരിക്കുന്നത് കാണാം. ഓക്കെ, നമുക്ക് ഒറിജിനൽ വെയിറ്റും ഉണ്ട്, റിട്ടേൺ ചെയ്ത ആ ഒരു സീവിനകത്ത് റിട്ടേൺ ചെയ്ത വെയിറ്റും ഉണ്ട്. സോ ആ 2 വെയിറ്റും വെച്ചിട്ട് നമുക്ക് പെർസെൻറ്റേജ് ഓഫ് റീറ്റെയിൻഡ് മെറ്റീരിയൽ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന വാല്യൂ പെർസെൻറ്റേജ് റീറ്റെയിൻഡ് ഓൺ IS സീവ് നമ്പർ 9 എത്രയിൽ കൂടാൻ പാടില്ല? ഒരിക്കലും 10% കൂടാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 10%. ഇതാണ് നമുക്ക് ഫൈനസ് ടെസ്റ്റിൽ നിന്നും കിട്ടുന്ന റിസൾട്ട്. സോ പോർട്ട്ലാൻഡ് സിമെൻറ്റ് 90 മൈക്രോൺ സീവ് എന്ന് പറയുന്നത് സീവ് നമ്പർ 9 ആണ്. ആ സീവ് നമ്പർ 9-നകത്ത് എന്ത് പാടില്ല? 10% കൂടുതലായിട്ട് റെസിഡ്യൂ ഉണ്ടാവാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് സിമെൻറ്റ് ദ ബേണിംഗ് പ്രോസസ് ഈസ് ഡൺ ബൈ. സിമെൻറ്റ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോട്ടറി കിൻ ഉപയോഗിക്കുന്നത്. റോട്ടറി കിൻ എന്ന് പറയുന്നത് 90 to 120 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ലോങ്ജിറ്റ്യൂഡലിൽ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിലിണ്ടറാണ്. അതിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 2.5 to 3 മീറ്റർ വരും. 1/25 ഒരു സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കും. റൊട്ടേഷൻ പോസിബിൾ ആണ്. ഒരു 3 RPM റൊട്ടേഷനും കൂടെ അതിനുണ്ട്. സോ സിമെൻറ്റ് ബേണിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക? റോട്ടറി കിൻ ഉപയോഗിക്കുന്നത്. തന്നിരിക്കുന്ന ബാക്കി ഓപ്ഷൻസ് ഹോഫ്മാൻസ്, ടണൽ, ബുൾസ് ഒക്കെ എന്ന് പറയുന്നത് ബ്രിക്ക് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ബ്രിക്ക് മാനുഫാക്ചറിങ്. അടുത്തത്, ദ ഹാർഡ്നെസ് ഓഫ് സ്റ്റോൺ യൂസ്ഡ് ഫോർ റോഡ് വർക്ക് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ. സ്റ്റോൺ അല്ലെങ്കിൽ റോക്ക് പഠിച്ച സമയത്ത് നമ്മൾ ഒരുപാട് ടെസ്റ്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആസിഡ് ടെസ്റ്റ്, സ്മിത്ത് ടെസ്റ്റ്, അതുപോലെ അട്രീഷൻ ടെസ്റ്റ്, ഹാർഡ്നെസ് ടെസ്റ്റ്, ടഫ്നെസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പാക്റ്റ് ടെസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സ്റ്റോൺ എത്രത്തോളം ഹാർഡാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാർഡ്നെസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അതിന് എങ്ങനെയാണ് സാമ്പിൾ കളക്ട് ചെയ്യുക? നമ്മളൊരു സിലിണ്ട്രിക്കൽ സ്പെസിമെനാണ് എടുക്കുന്നത്. ഓക്കെ, സ്റ്റോണിൻ്റെ സിലിണ്ട്രിക്കൽ സ്പെസിമെൻ എടുക്കുന്നു. അറൗണ്ട് 25 mm ഡയമീറ്ററും 25 mm ഹൈറ്റും ഉള്ള സിലിണ്ട്രിക്കൽ സ്പെസിമെൻ എടുക്കുന്നു. ഈ സിലിണ്ട്രിക്കൽ സ്റ്റോൺ സ്പെസിമെൻ നമ്മൾ ഡോറി ടെസ്റ്റിംഗ് മെഷീനകത്ത്
പ്ലേസ് ചെയ്യുന്നു. ഏതിലാണ്? ഡോറി ടെസ്റ്റിംഗ് മെഷീൻ. ഈ ഡോറി ടെസ്റ്റിംഗ് മെഷീനിലേക്ക് പ്ലേസ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒരു സെർട്ടൻ പ്രഷർ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഈ ടെസ്റ്റിംഗ് മെഷീൻ റൊട്ടേറ്റ് ചെയ്യുന്നു. ഒരു 28 RPM റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, 28 RPM റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു 1000 റെവല്യൂഷൻ കഴിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അല്ലേ, എന്തായാലും റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റോൺ പൊടിയാൻ ചാൻസ് ഉണ്ട്. സോ അവിടെ വെയിറ്റിൽ ലോസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് എന്ന് പറയുന്നൊരു ടേമാണ്. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് എന്ന് പറയുന്ന ടേമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 20 മൈനസ് ലോസ് ഇൻ വെയിറ്റ് ഡിവൈഡഡ് ബൈ 3. ഈ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വാല്യൂ അറൗണ്ട് 40/17 ആണെങ്കിൽ നമുക്ക് പറയാം നമ്മളുടെ സ്റ്റോൺ മീഡിയം സ്റ്റോൺ ആണ്. ഓക്കെ, മീഡിയം സ്റ്റോൺ ആയിരിക്കും. ഇനി അതല്ല, ലെസ് ദാൻ 14 ആണെങ്കിൽ ലോ ആയിരിക്കും. ലെസ് ദാൻ 14 ആണെങ്കിൽ ലോ ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 17 ആണെങ്കിൽ അതൊരു ഹാർഡായിട്ടുള്ള സ്റ്റോൺ ആയിരിക്കും, വളരെ ഹൈ ഹാർഡായിട്ടുള്ള സ്റ്റോൺ ആയിരിക്കും. സോ റോഡ് പേയ്മെൻറ്റ്സിന് നമുക്ക് വളരെ ഹാർഡായിട്ടുള്ള സ്റ്റോൺ തന്നെ വേണ്ടേ? അതുകൊണ്ട് തന്നെ നമ്മളുടെ കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് വരിക? 17 ആയിരിക്കും വരുന്നത്. 17 ആയിരിക്കും വരുന്നത്. അടുത്തത്, ദ ബ്രിക്സ് കണ്ടെയ്നിങ് റിലേറ്റീവ്ലി ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് soluble salts are liable to become discolored by formation of a white deposits known as. ബ്രിക്കിനകത്ത് മേജർ ഇൻഗ്രീഡിയൻസും ഉണ്ട്, അതുപോലെ കുറച്ച് ഹാംഫുൾ ഇൻഗ്രീഡിയൻസും ഉണ്ട്. ഈ ഹാംഫുൾ ഇൻഗ്രീഡിയൻസിൽ മെയിനായിട്ട് വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആൽക്കലീസ്. ഈ ആൽക്കലീസ് എന്താ ചെയ്യുക? ഈ ആൽക്കലീസ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വാട്ടർ അബ്സോർബ് ചെയ്യുന്നു. വാട്ടർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷം ഈ വാട്ടർ അങ്ങോട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. പക്ഷേ ഈ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞതിന് ശേഷവും നമ്മളുടെ ആ ഒരു ബ്രിക്ക് മാസൻട്രീനകത്ത് ഒരു വൈറ്റ് ഡിപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു ഗ്രേയിഷ് കളറിൽ ഒരു അപ്പിയറൻസ് നമുക്ക് കാണാൻ പറ്റും. യൂഷ്വലി അത് മാസൻട്രി വർക്കിലാണ് കാണാൻ പറ്റുക, വിസിബിൾ ആവുന്നുള്ളത്. അത് അങ്ങനെ ഒരു വൈറ്റിഷ് ഡിപ്പോസിഷൻ കാണുന്നത് ഏത് ഡിഫക്റ്റ് കൊണ്ടാണ്? എഫ്ലോറസെൻസ് എന്ന് പറയുന്ന ഡിഫക്റ്റ് കൊണ്ടാണ്. ഓക്കെ, ആൽക്കലീസ് കാരണമാണ് ഈ എഫ്ലോറസെൻസ് ഉണ്ടാവുന്നത്. ഇനി ചഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹോട്ടായിട്ടിരിക്കുന്ന ഒരു ബ്രിക്കിൻ്റെ മുകളിലേക്ക് റെയിൻ വാട്ടർ ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്രിക്കിന് ഡീഫോമേഷൻ സംഭവിക്കുന്നു. ആ ഡിഫക്റ്റിനെ ചഫ് എന്ന് പറയുക. ഇനി ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആൽക്കലീസ് പറഞ്ഞ പോലെ തന്നെ വേണ്ടാത്ത ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഓർഗാനിക് മാറ്റർ. നമ്മുടെ ഈ ബ്രിക്കിൻ്റെ ബേണിംഗ് പ്രോസസ്സിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓർഗാനിക് മാറ്ററിൻ്റെ ഫങ്ഷൻ. ഈ ഓർഗാനിക് മാറ്റർ പ്രോപ്പറായിട്ട് ബേൺ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ബ്രിക്ക് പോറസ് ആവാനും അതുപോലെ തന്നെ വളരെ വീക്ക് ആവാനും ചാൻസ് ഉണ്ട്. സോ ആ ഡിഫക്റ്റിനെയാണ് ബ്ലോട്ടിംഗ് എന്ന് പറയുക. ഇനി പ്രോപ്പറായിട്ട് ബേൺ ചെയ്യാത്തപ്പോൾ അവിടെ ബ്രിക്ക് ബേൺ ആവുന്ന അല്ലെങ്കിൽ ബ്രിക്കിൻ്റെ ആ ഒരു കംപ്രസീവ് സ്ട്രെങ്ത് ഒക്കെ വളരെ കുറയുന്ന ആ ഒരു ഡിഫക്റ്റിനെയാണ് അണ്ടർ ബേണിംഗ് എന്നും കൂടെ പറയുന്നത്. സോ 4 കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത്, ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽസ് ബൈ വിച്ച് ക്യാൻ ബി ഡ്രോൺ, ബീറ്റൺ ഓർ റോൾഡ് ഇൻ ടു പ്ലേറ്റ്സ് ഈസ് കോൾഡ്. നമ്മൾ ഒരു മെറ്റീരിയലിനെ അടിച്ച് പരത്തുക അല്ലെങ്കിൽ വളരെ തിൻ പ്ലേറ്റ്സ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാലിയബിലിറ്റി എന്ന് പറയുക. ഇനി വലിച്ചു നീട്ടുകയാണെങ്കിലോ അതിനെ പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി. ഓക്കെ, ദ ബ്രിക്ക് ലേഡ് വിത്ത് ഇറ്റ്സ് ലെങ്ത് പാരലൽ ടു ദ ഫേസ് ഓഫ് ദ വാൾ. നമുക്കറിയാം ഒരു ബ്രിക്ക് നമ്മൾ വാളിൻ്റെ ഫേസിന് പാരലായിട്ട് വെക്കുകയാണെങ്കിൽ അതിനെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ട്രക്ചർ. ഇനി അതല്ല, വാൾ ഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെഡർ എന്ന് പറയുക. ഓക്കെ, ഹെഡർ. സോ സ്ട്രക്ചറാണ് നമ്മളുടെ ക്വസ്റ്റ്യന് ആൻസർ വരുന്നത്. അടുത്തത്, ദ കോൺക്രീറ്റ് ക്യൂബ്സ് ആർ പ്രിപ്പയർഡ്, cured and tested according to Indian Standard Code. നമുക്കറിയാം എല്ലാം IS സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. ഏതൊരു ടെസ്റ്റ് ആയിക്കോട്ടെ എല്ലാത്തിനും ഒരു IS കോഡ് ഉണ്ടാവും. ചോദിച്ചിരിക്കുന്നത് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് എ കോൺക്രീറ്റ് ക്യൂബ് ചെയ്യുന്നത് ഏത് പ്രകാരമാണ്? IS 516 പ്രകാരമാണ്. ദ ടെസ്റ്റ് ഫോർ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ക്യൂബ്. ഇനി എന്താണ് IS 515? അതുപോലെ തന്നെ IS 517. IS 517 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻ ഓഫ് മെത്തനോൾ ആണ്. ഓക്കെ, മെത്തനോൾ. ഈ IS 515 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്പെസിഫിക്കേഷൻ ഓഫ് നാച്ചുറൽ
ആൻഡ് മാനുഫാക്ചർഡ് അഗ്രിഗേറ്റ്സ്. മാനുഫാക്ചർഡ് അഗ്രിഗേറ്റ്സ്. IS 500നെ കുറിച്ചൊന്നും പറയാനില്ല. നമ്മളുടെ കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നത് IS 516. As the cement sets and hardens, it generates heat and this is called as. നമുക്കറിയാം സിമെൻറ്റും വാട്ടറും കൂടെ റിയാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. സോ ഹൈഡ്രേഷന് ഫലമായിട്ടുണ്ടാകുന്ന ഹീറ്റിന് എന്ത് തന്നെയായിരിക്കും പറയുന്നത്? ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് തന്നെയായിരിക്കും പറയുന്നുണ്ടാവുക. അടുത്തത്, the internal size of mold used in brick preparation is. ബ്രിക്കിൻ്റെ പ്രിപ്പറേഷനകത്ത് നമുക്കറിയാം ബ്രിക്കിന് ഒരു സൈസ് ഉണ്ട് അല്ലേ, ഒരു ആക്ച്വൽ സൈസ് അല്ലെങ്കിൽ നോമിനൽ സൈസൊക്കെ ബ്രിക്കിനുണ്ട്. ഒരിക്കലും ബ്രിക്കിൻ്റെ സെയിം സൈസോ അല്ലെങ്കിൽ ബ്രിക്കിൽ കുറവായിട്ടോ ഒരിക്കലും നമ്മൾ മൗൾഡ് ചെയ്യുന്ന സമയത്ത് പ്രൊവൈഡ് ചെയ്യുന്ന മൗൾഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് ബ്രിക്കിൽ കുറയാനോ പാടില്ല, ബ്രിക്കിൻ്റെ സെയിം സൈസ് ആവാനോ പാടില്ല. എപ്പോഴും ഒരു കുറച്ച് എമൗണ്ട് കൂടുതലായിരിക്കണം. സോ ഗ്രേറ്റർ ദാൻ ദ സൈസ് ഓഫ് ദ ഫുള്ളി ബേൺഡ് ബ്രിക്ക് അല്ലേ. ബേണിംഗ് ഒക്കെ നടക്കുമ്പോൾ അവിടെ എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. സോ എപ്പോഴും മൗൾഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഫുള്ളി ബേൺഡ് ബ്രിക്കിൻ്റെയും സൈസിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. അടുത്തത്, ദ റോക്സ് ഫോംഡ് ബൈ സെഡിമെൻറ്റേഷൻ ത്രൂ ദ ഏജൻസീസ് സച്ച് ആസ് വാട്ടർ, വിൻഡ് ഓർ ഗ്ലാസിയർ ഇസ് നോൺ ആസ്. നമ്മൾ പറഞ്ഞു, നമുക്കറിയാം ഡ്യൂ ടു സെഡിമെൻറ്റ് ഡിപ്പോസിഷൻ കാരണം ഉണ്ടാവുന്ന റോക്കിനെയാണ് സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത്. ഇനി അതല്ല, മാഗ്മ തണുത്തുറഞ്ഞ് അല്ലെങ്കിൽ ദ സോളിഡിഫിക്കേഷൻ ഓഫ് മാഗ്മ കാരണമാണ് ഇഗ്നീഷ്യസ് റോക്ക് ഉണ്ടാവുന്നത്. ഇഗ്നീഷ്യസ് റോക്കിൽ തന്നെ ആ ഒരു കൂളിംഗ് പ്രോസസ്സ് എവിടെ നടക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്ലൂട്ടോണിക് റോക്കും വോൾക്കാനിക് റോക്ക് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. സോ നമ്മുടെ ആൻസർ ഏതാണ്? സെഡിമെൻറ്റേഷൻ കാരണം ഉണ്ടാവുന്നത് സെഡിമെൻ്ററി റോക്സ്. The course of stone masonry provided at the top of a wall and usually ornamental in shape. Purpose നോക്കുക. Ornamental in shape are called. നമ്മളൊരു ഓർണമെൻ്റൽ പർപ്പസിന് വേണ്ടിയിട്ട് റൂഫ് ലെവലിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോൺ കോഴ്സിനെയാണ് കോർണിസ് എന്ന് പറയുന്നത്. ഓക്കെ, കോർണിസ് അത് പ്യുവർലി ഓർണമെൻ്റൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി കോർബൽ ആണെങ്കിൽ അവിടെ ഒരു റൂഫിനൊരു സപ്പോർട്ടിംഗ് സ്ട്രക്ചറായിട്ടാണ് കോർബൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കുക. സപ്പോർട്ട് എന്ന് പറയുന്നൊരു ടേം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൻസർ കോർബൽ ആയിരിക്കും. ഇനി ഓർണമെൻ്റൽ എന്ന് പറയുന്നൊരു ടേം ആണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ഉള്ളതെങ്കിൽ യു ഹാവ് ടു ആൻസർ കോർണിസ്. അടുത്തത്, ദ അപ്പർ ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് ദ ഡോർ ഫ്രെയിം ഈസ് കോൾഡ്. ചോദിച്ചിരിക്കുന്നത് ഡോർ ഫ്രെയിമിൻ്റെ കാര്യമാണ്. ഡോറിനകത്ത് ഫ്രെയിമും ഉണ്ട്, അതുപോലെ തന്നെ ഷട്ടറും ഉണ്ട്. രണ്ടിനും കമ്പോണൻസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ പഠിക്കുമ്പോൾ മറന്നു പോവാതെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പഠിക്കാൻ നോക്കുക. ഈ ഒരു ഡോർ ഫ്രെയിം ആണ് നോക്കുന്നതെങ്കിൽ നമുക്കറിയാം രണ്ട് വേർട്ടിക്കൽ മെമ്പേഴ്സ് ഉണ്ടല്ലേ. ഈ വേർട്ടിക്കൽ മെമ്പേഴ്സ് ഇൻ കേസ് ഓഫ് എ ഡോർ ഫ്രെയിം ഈ വെർട്ടിക്കൽ മെമ്പേഴ്സിനെയാണ് നമ്മൾ പോസ്റ്റ് എന്ന് പറയാം. പോസ്റ്റ്. ഹൊറിസോണ്ടലായിട്ട് കാണപ്പെടുന്ന ഈ ഒരു ലോവർ ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് സിൽ എന്ന് പറയാം. സിൽ. അപ്പർ ഹൊറിസോണ്ടൽ മെമ്പറിനെ നമുക്ക് ഹെഡ് എന്ന് പറയാം. ഈ അപ്പർ ഹൊറിസോണ്ടൽ മെമ്പർ തന്നെ മാസൺട്രിയിലേക്ക് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് കാണുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഹോൾ. അതുപോലെ നമ്മളുടെ ഈ ഡോർ ഫ്രെയിമിനെ മാസൺട്രിയുമായിട്ട് കണക്ട് ചെയ്യാൻ കുറച്ച് ഹോൾ ഫാസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെ കാണിക്കുന്നതാണ് ഹോൾഡ് ഫാസ്റ്റ്. ഇതെല്ലാം ഞാൻ പറയുന്നത് ഡോർ ഫ്രെയിമിനെ കുറിച്ചാണ്. ഡോർ ഷട്ടറിൻ്റെ കേസിലും ഇതുപോലെ കമ്പോണൻസ് നമുക്ക് പഠിക്കാനുണ്ട്. സോ ചോദിച്ചിരിക്കുന്നത് അപ്പർ ഹൊറിസോണ്ടൽ മെമ്പർ. ഏതാണ് അപ്പർ ഹൊറിസോണ്ടൽ മെമ്പർ? ഹെഡാണ് അപ്പർ ഹൊറിസോണ്ടൽ മെമ്പർ. അടുത്തത്, പൊട്ടാഷ് ലെഡ് ഗ്ലാസ് ഈസ് ആൾസോ നോൺ ആസ്. ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അത് എക്സ്ട്രീംലി ബ്രിട്ടിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. ജനറലി നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് എ ഫ്യൂഷൻ ഓഫ് മെറ്റാലിക് സിലിക്കേറ്റ്സ്. ഗ്ലാസ്സിന് തന്നെ പലതരം ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സോഡ ലൈം ഗ്ലാസ്, പൊട്ടാഷ് ലൈം ഗ്ലാസ്, പൊട്ടാഷ് ലെഡ് ഗ്ലാസ്, അതുപോലെ കോമൺ ഗ്ലാസ്, ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. അതിൽ വരുന്ന ഒരു ഗ്ലാസ് ആണ് പൊട്ടാഷ് ലെഡ് ഗ്ലാസ്. ഓക്കെ, പൊട്ടാഷ് ലെഡ് ഗ്ലാസ്. എന്താണ് പൊട്ടാഷ് ലെഡ് ഗ്ലാസ്? ഞാൻ നേരത്തെ പറഞ്ഞു, മെറ്റാലിക് സിലിക്കേറ്റ്സ് ആണ് ഈ ഗ്ലാസിൻ്റെ കമ്പോണൻസ്. ഈ പൊട്ടാഷ് ലെഡ് ഗ്ലാസിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് പൊട്ടാഷ്യം സിലിക്കേറ്റ്സ്, അതുപോലെ തന്നെ
ലെഡും കൂടെ ചേർന്നതാണ് ഈ പൊട്ടാഷ് ലെഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഫ്ലിൻറ്റ് ഗ്ലാസ്. ഓക്കെ, ഫ്ലിൻറ്റ് ഗ്ലാസ്. ഫ്ലിൻറ്റ് ഗ്ലാസ് ഇതിൻ്റെ പ്രത്യേകത, ഈ ലെഡിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബൾബിൻ്റെ പ്രിപ്പറേഷൻ, പ്രിസത്തിൻ്റെ പ്രിപ്പറേഷൻ, ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയുടെ പ്രിപ്പറേഷൻ, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പൊട്ടാഷ് ലെഡ് ഗ്ലാസ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫ്ലിൻറ്റ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത് പൊട്ടാഷ് ലെഡ് ഗ്ലാസ് ആണ്. സോഫ്റ്റ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത്, ഈ കൂടത്തിൽ ഓർത്തിരിക്കുക, സോഡ ലൈം ഗ്ലാസിനെയാണ് നമ്മൾ സോഫ്റ്റ് ഗ്ലാസ് എന്ന് പറയാം. ഓക്കെ, ബോട്ടിൽ ഗ്ലാസ് എന്നറിയപ്പെടുന്നത് കോമൺ ഗ്ലാസിനെയാണ് ബോട്ടിൽ ഗ്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, കോമൺ ഗ്ലാസിനെയാണ് ബോട്ടിൽ ഗ്ലാസ് എന്ന് പറയുന്നത്. ഹാർഡ് ഗ്ലാസ് എന്ന് പറയുന്നത് പൊട്ടാഷ് ലൈം ഗ്ലാസിനെയാണ്. അടുത്തത്, ദ പിഗ് അയൺ ഈസ് മാനുഫാക്ചേർഡ് ബൈ. പിഗ് അയൺ മാനുഫാക്ചർ ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ, ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്ന ഒരു ഫർണസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പിഗ് അയൺ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. ബാക്കി 3 ഓപ്ഷൻസ് നോക്കിക്കേ, ഓപ്പൺ ഹെർത്ത് പ്രോസസ്സ്, കുപ്പോള ആൻഡ് LD പ്രോസസ്സ്. ഈ 2 ഓപ്പൺ ഹെർത്ത് പ്രോസസ്സും LD പ്രോസസ്സും സ്റ്റീൽ മാനുഫാക്ചറിങ്ങിൻ്റെ കേസിൽ വരുന്ന പ്രോസസ്സുകളാണ്. ഓപ്പൺ ഹെർത്ത് പ്രോസസ്സിനെ തന്നെയാണ് നമ്മൾ സീമെൻസ് മാർട്ടിൻസ് പ്രോസസ്സ് എന്നും കൂടെ അറിയപ്പെടുന്നത്. LD പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റ്സ് ആൻഡ് ഡൊണാവിറ്റ്സ് പ്രോസസ്സാണ്, അതും സ്റ്റീൽ മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. ഈ കുപ്പോള എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫർണസ് ആണ്. ഓക്കെ, കാസ്റ്റ് അയൺ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കുപ്പോള ഫർണസ്. ഇനി റോട്ട് അയൺ കൂടെ നിങ്ങളോട് ഒന്ന് അറിഞ്ഞിരിക്കുക. റോട്ട് അയണിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് റിവർബറേറ്ററി ഫർണസ് ആണ്. ഓക്കെ, റിവർബറേറ്ററി ഫർണസ്. സോ പിഗ് അയൺ മാനുഫാക്ചർ ചെയ്യുന്നത് ബ്ലാസ്റ്റ് ഫർണസ് ഉപയോഗിച്ചിട്ടാണ്. അടുത്തത്, ദ ടിമ്പർ ഹൂസ് തിക്നെസ് ഈസ് ലെസ് ദാൻ 5 സെൻറ്റിമീറ്റർ ആൻഡ് ദ വിഡ്ത്ത് എക്സീഡ് 12 സെൻറ്റിമീറ്റർ. സോ ടിമ്പറിനകത്ത് കുറേ മാനുഫാക്ചേർഡ് ഫോം ഓഫ് ടിമ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബാറ്റൺ. ബാറ്റിൻ്റെ കേസിൽ നമ്മൾ നോക്കുക, അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 50 mm ആയിരിക്കും. അതുപോലെ തന്നെ വിഡ്ത്തും ലെസ് ദാൻ 50 mm ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പ്ലാങ്ക്. ഞാൻ ഈ പറയുന്നതെല്ലാം തിക്നെസ് ലെസ് ദാൻ 50 mm ആയിരിക്കും. പക്ഷേ ഈ കേസിലോ വിഡ്ത്ത് ഗ്രേറ്റർ ദാൻ 50 mm ആയിരിക്കും. ഓക്കെ, ഈ മാനുഫാക്ചറിങ് ഫോം നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. ഇനി മൂന്നാമത്തത്, ബാറ്റൺ കഴിഞ്ഞു, പ്ലാങ്ക് കഴിഞ്ഞു, അടുത്തതാണ് ബോർഡ്. ബോർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ തിക്നെസ് ആസ് യൂഷ്വൽ ലെസ് ദാൻ 50 mm തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 150 mm അല്ലെങ്കിൽ 150 mm, അതുപോലെ സം കേസ് 120 mm എന്നും കൂടെ പറയാറുണ്ട്. സോ തിക്നെസ് ലെസ് ദാൻ 50 mm, അതുപോലെ തന്നെ വിഡ്ത്ത് എക്സീഡ്സ് 120 mm അല്ലെങ്കിൽ 150 mm. ആ ഒരു ടിമ്പർ മാനുഫാക്ചർഡ് ഫോം ഓഫ് ടിമ്പർ ഏതാണ്? ബോർഡാണ്, ബോർഡ്. ഓക്കെ, ഇനി ലോഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ നമ്മളെ ഇതിൽ കിടപ്പുണ്ട്. ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ നമ്മളൊരു തടി വെട്ടിയിരിക്കുന്ന ആ ഒരു പോർഷനെയാണ്, അല്ലെങ്കിൽ ഒരു ട്രങ്ക് ഓഫ് എ ട്രീനെയാണ് നമ്മൾ ലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ലോഗ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ബോൾക്ക് എന്ന് പറയുന്നൊരു ടേം ഉണ്ട്, ബോൾക്കിൻ്റെ കേസിൽ തിക്നെസ് ഗ്രേറ്റർ ദാൻ 50 mm ആയിരിക്കും. വിഡ്ത്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ 200 mm ആയിരിക്കും. ഓക്കെ, തിക്നെസ് ലെസ് ദാൻ 200 mm ആയിരിക്കും. സോ ഇത്രയാണ്. ഇതുകൂടാതെ ഈ ടിമ്പറിൻ്റെ ഇവിടെ വിഡ്ത്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ അല്ല, ഗ്രേറ്റർ ദാൻ 200 mm ആയിരിക്കും. ഇതുപോലെ കുറച്ചധികം മാനുഫാക്ചറിങ് ഫോംസും കൂടെ ഉണ്ട്. ഈ ക്വാർട്ടറിങ് എന്ന് പറഞ്ഞാൽ വളരെ സ്ക്വയർ ഷേപ്പ്ഡ് ആയിട്ടുള്ള പീസ് ഓഫ് ടിമ്പറിനെയാണ് നമ്മൾ ക്വാർട്ടറിങ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ എൻഡ് എന്ന് പറയുന്നുണ്ട്, വെറും എൻഡ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഷോർട്ട് പീസ് ഓഫ് ടിമ്പറിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും? എൻഡ് എന്ന് പറയാൻ പറ്റും. ഇനി ഡീൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഏതാണ്? ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ ലെസ് ദാൻ 200 mm ആയിരിക്കും. സോ ഡയമെൻഷൻസ് വെച്ചിട്ട് നിങ്ങൾ ഇത് ഓർത്തിരിക്കുക. ഓക്കെ, തിക്നെസ് ലെസ് ദാൻ 50 mm ആകുമ്പോഴുള്ള കേസുകൾ ഓർത്തിരിക്കുക, തിക്നെസ് ഗ്രേറ്റർ ദാൻ 50 mm ആകുമ്പോഴുള്ള കേസ് ഓർത്തിരിക്കുക. അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞു ക്വാർട്ടറിങ് പറഞ്ഞു, അതുപോലെ തന്നെ എൻഡ് പറഞ്ഞു, അതുപോലുള്ള ലോഗ് എന്താണെന്നൊക്കെ ഉള്ളത് അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. സോ ഇത്രയാണ്
നമുക്ക് ഇന്നലെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ ആൻസർ ബോർഡ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. സോ ഇന്നത്തെ ഇത്രയും 30 ക്വസ്റ്റ്യൻസ് ഇതെല്ലാം നമുക്ക് ഓവർസിയർ എക്സാമുകൾക്ക് ഇതോ അല്ലെങ്കിൽ ഇതു ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മളിവിടെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളെല്ലാം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. സോ നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.